ദിവസമായിട്ടോ പുറത്തിറങ്ങിയിട്ട് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് കോളേജും ട്യൂഷനും ഒക്കെ ലീവാണ്. പിന്നെ ജിമ്മിന് പോകാനും ശനിയാഴ്ചയൊക്കെ മടിയായിരുന്നു. അങ്ങനെ പിന്നെ രാവിലെ തന്നെ ഇന്ന് പോണത് ബാങ്കിലേക്കാണ്. ഞാൻ ശനിയാഴ്ച പോകാറുള്ളത്, അന്ന് തിങ്കളാഴ്ച ഇന്നും കൂടെ പോയില്ലെങ്കിൽ അമ്മേൻ്റെ നല്ലോണം കേൾക്കും. അങ്ങനെ ഞാൻ ബാങ്കിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ഞാൻ കൂന്തൾ മീനൊക്കെ വാങ്ങി വരുമ്പോൾ ഞാൻ പച്ചക്കറിക്കടയിൽ നിന്ന് കുറച്ച് പച്ചക്കറി സാമഗ്രികളൊക്കെ വാങ്ങി. പിന്നെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ രമേച്ചിൻ്റെ അടുത്തൊക്കെ കൊടുത്ത് അങ്ങനെ ഞാൻ വീട്ടിലെത്തുമ്പോൾ സമയം 1 മണി. പിന്നെ ഞാൻ വേഗം ഈ പച്ചക്കറിയൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ കഴുകി ഒന്ന് പാത്രത്തിലാക്കി വെക്കാമെന്ന് വിചാരിച്ചു. സത്യം പറയുകയാണെങ്കിൽ 3 ദിവസം നല്ല മടുപ്പായിരുന്നു. എന്നും ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ വിചാരിക്കും എപ്പോഴെങ്കിലും ഒരു ലീവ് കിട്ടിയാൽ മതിയെന്ന്. പക്ഷെ നല്ല മടുപ്പായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു, എന്നും വീട്ടിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ലോണം മടുക്കൂലേന്ന്. അങ്ങനെ ഞാൻ പിന്നെ പച്ചക്കറി കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുള്ള ഫ്രിഡ്ജ് ഓർഗനൈസർ നെറ്റിൻ്റെ കവറിലൊക്കെ ആക്കി സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. കഴുകിയിട്ട് വെക്കുന്നതുകൊണ്ട് അങ്ങനെ പൊടികളും കാര്യങ്ങളൊന്നും നെറ്റിലുണ്ടാവില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, അമ്മ അവിടെ സൈഡിൽ നിന്ന് മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതാണ് അവിടെ മേശപ്പുറത്ത് ചട്ടി കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ വേഗം എന്ത് ചെയ്തു വെച്ചാൽ അമ്മ അവിടെ നമ്മുടെ കരിവേപ്പിലൊക്കെ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആ മഞ്ഞപ്പൊടി ഇട്ട കരിവേപ്പിലൊക്കെ ഞാൻ എന്ത് ചെയ്തു, ഇത് ഇന്നലെ വന്നിട്ടുള്ള ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു പാത്രമാണ്. ഇത് 6 എണ്ണമാണ് ഉള്ളത്. അങ്ങനെ ഞാൻ 3 എണ്ണം നമ്മുടെ ഫ്രീസറിലും വെച്ച് 3 എണ്ണം നമ്മുടെ താഴ്ഭാഗം ഫ്രിഡ്ജിൻ്റെ അവിടെയും വെച്ച്. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞ പിന്നെ ഞാൻ വിചാരിച്ചു നല്ല മഴയൊക്കെയാണ്, അപ്പോൾ ഇനി കുറച്ച് നേരം കൂടെ പോയി കിടന്നുറങ്ങണം. എന്നിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കണം. അപ്പോൾ ഓക്കെ, ബായ്.